സാറിന്റെ മകളുടെ ഫംഗ്ഷൻ ഗംഭീരമായിട്ട് തന്നെ നടത്തും. സാർ, ഇതെന്റെ ഹസ്ബൻഡ് അഭിറാം. അറിയാം മാഡം. നമസ്കാരം അഭിരാം സാർ. നമസ്കാരം സാർ. എന്റെ മകളുടെ ഒരു ഫംഗ്ഷൻ നടത്തണം സാർ. ഏട്ടനോട് പറഞ്ഞാൽ മതി, അദ്ദേഹം അല്ല നോക്കുന്നത്. പറഞ്ഞല്ലോ, പണം എത്ര ചെലവായാലും കുഴപ്പമില്ല, ഈവന്റ് ഗ്രാൻഡ് ആയിരിക്കണം. ഞാൻ നാളെ വീണ്ടും വരാം. നിങ്ങൾ ഡിസൈൻസ് റെഡിയാക്കി വെക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അഡ്വാൻസ് തരാം. ഓക്കെ സാർ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെ ചെയ്യും. ഇതെന്റെ അനിയൻ അഭി, ഇളയ അനിയൻ അഖിൽ. ഈവന്റിൽ ഞങ്ങളെ 3 പേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. നല്ല കാര്യം, ഞാൻ നാളെ വരാം. ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓക്കെ സാർ. ശരി 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 മാഡം. ശരി സാർ. ഒരുപാട് താങ്ക്സ് ഉണ്ട് മോളെ വസു. ഓഫീസ് ഓപ്പൺ ആയിട്ട് 2ാമത്തെ ദിവസം തന്നെ നല്ലൊരു ഈവന്റ് കൊണ്ടുവന്നില്ലേ? അഖിൽ, ഏട്ടന് നീ ഹെൽപ്ഫുൾ ആയിരിക്കണം. എല്ലാ കാര്യത്തിലും നിന്റെ ഒരു ശ്രദ്ധ വേണം. നീ എത്രത്തോളം ഡീപ്പായിട്ട് ഇൻവോൾവ് ആവുന്നോ അത്രത്തോളം ഡിസൈനും സൂപ്പറാവും. എന്തൊക്കെ സംഭവിച്ചാലും ഈവന്റ് മിസ്സാവരുത്. നമ്മളെ തേടി വന്ന കസ്റ്റമറിനെ ഒരിക്കലും നിരാശരാക്കരുത്. തീർച്ചയായും ഏട്ടാ, നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. വസുന്ധര, ഒരു അത്യാവശ്യ ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഒരാളെ കാണണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ അവിടുന്ന് കഴിച്ചോളാം. ശരി ഏട്ടാ. ഈ ഈവന്റിൽ എല്ലാവരും ഇൻവോൾവ് ആവണം. ഓക്കെ? ഈ ഫംഗ്ഷൻ നമ്മുടെ ഓഫീസിന് നല്ലൊരു തുടക്കമായിരിക്കും. നല്ല ഈവന്റാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു. എല്ലാവരും കൂടി ചേർന്ന് ഇവന്റ്സ് നമുക്ക് സക്സസ് ആയിട്ട് നടത്താം. എന്താണ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? എന്നെ ഒഴിവാക്കിയിട്ട് അഭിയേട്ടനും വസുവേട്ടത്തിയും ഭാസ്കരേട്ടന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോ അവർക്കൊരു ഡസ്റ്റ്ബിൻ പോലെയായി. നിന്റെ വൈരാഗ്യം എല്ലാം ഓഫീസിൽ നീ പറഞ്ഞു തീർത്തില്ലേ, പിന്നെ വീണ്ടും എന്തിനാ? ഭാസ്കരേട്ടന്റെ ഫസ്റ്റ് ഈവന്റ് ആണിത്. അത് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ ഭാസ്കരേട്ടനെ ചെയർമാൻ സീറ്റിൽ നിന്ന് മാറ്റാനാവില്ല. അദ്ദേഹത്തിനൊരു പേര് കിട്ടും, പിന്നെ എനിക്ക് ആ സ്ഥാനം കിട്ടില്ല. സംസ്കൃതി ഇവന്റ്സിന്റെ ചെയർമാൻ ആകണമെന്നുള്ള എന്റെ സ്വപ്നം നടക്കാതെ പോവും ആന്റി. എന്തിനായാലും ഒരു സമയം വരണം. ധൃതി പിടിച്ചാ കഷ്ടമാ. എന്റെ കല്യാണക്കാരൻ തന്നെ എടുത്ത് ഞാൻ എത്ര നാളായിട്ട് സ്വപ്നം കാണുന്നതാ. ഇപ്പോഴും എന്റെ കല്യാണം നടന്നില്ല. നിങ്ങളുടെ കല്യാണക്കാര്യം ഒന്ന് കള. നീ ഇതെന്താ ഇത്ര ദേഷ്യത്തിൽ പറയുന്നേ? പിന്നെന്ത് പറയാൻ, എന്റെ ചെയർമാൻ സ്വപ്നവും നിങ്ങളുടെ കല്യാണക്കാര്യവും ഒരുപോലെയാണോ? ഞാൻ എത്ര വലിയ സ്വപ്നമാണ് കണ്ടോണ്ടിരിക്കുന്നേ. നിങ്ങൾ എന്താ ചീപ്പായിട്ട് കല്യാണക്കാര്യം പറയുന്നു? എന്താന്ന്? എന്റേതൊരു ചീപ്പായ കല്യാണാണെന്നോ? സംസ്കൃതി ഈവന്റ്സിന് നീ ചെയർമാൻ ആവണമെന്ന് ഐഡിയ തന്നവളാ ഞാൻ. എന്നിട്ട് എന്റെ കല്യാണത്തെ ചീപ്പാണെന്ന് പറയുന്നു. നിനക്ക് ഞാൻ അന്യായി തീർന്നല്ലേടി? അയ്യോ ആന്റി, എനിക്കിപ്പോ എതിരായ എന്റെ കാര്യം നടക്കാതെ പോകും. സോറി ആന്റി, ഐ എം വെരി സോറി. ഏതോ ടെൻഷനില് അങ്ങനെ പറഞ്ഞു പോയതാ, മനസ്സിൽ വയ്ക്കല്ലേ. എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ട് എന്നുവെച്ച് ഇങ്ങനെയൊക്കെ പറയൂ? അതല്ലേ ഞാൻ സോറി പറഞ്ഞത്. പ്ലീസ് പ്ലീസ് ക്ഷമിക്ക ആന്റി, നിങ്ങൾ എന്റെ ആന്റി അല്ലേ. ശരി വിട്. ഇപ്പൊ എന്ത് ചെയ്യാനാ പ്ലാൻ? ഭാസ്കരേട്ടൻ ഈ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലും ഫെയിൽ ആകണം. ഭാസ്കരേട്ടന് ഒരു ബാഡ് നെയിം കിട്ടണം. ഭാസ്കരേട്ടനോട് അഭിയേട്ടനും വസുവേട്ടത്തെയും വച്ചിരിക്കുന്ന വിശ്വാസം നശിച്ചു പോണം. ഭാസ്കരേട്ടൻ അൺഫിറ്റ് ആണെന്നും ഈവന്റ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവില്ലെന്നും എല്ലാവർക്കും മനസ്സിലാകണം. അപ്പോഴേ ചെയർമാൻ സീറ്റില് എനിക്കിരിക്കാൻ പറ്റൂ. ഇതൊക്കെ നടക്കണമെങ്കിലേ വല്ല അത്ഭുതവും സംഭവിക്കണം. ഭാസ്കറിന് കിട്ടിയത് ചെറിയൊരു ഇവന്റാ. ഇതുകൂടി അവൻ സക്സസ് ആക്കില്ലേ? ഭാസ്കരേട്ടൻ ചെയ്യും, പക്ഷേ ഞാൻ അതിന് വിടില്ല. നീ എന്താ ചെയ്യാൻ പോന്നേ? ആ ഈവന്റ് ഞാൻ ഫെയിൽ ആക്കും. എങ്ങനെ ഫെയിൽ ആക്കും?
നീ ഭയങ്കരയാണല്ലോടി. നീ ആള് ചെറുതാണെങ്കിലും ബുദ്ധി അപാരാണല്ലോടി. ഈ വീട്ടിലെ മഹാറാണിയായും ഓഫീസിലെ ചെയർമാനായും ഇരിക്കണമെങ്കിൽ ഇത്രയെങ്കിലും ബുദ്ധി വേണ്ടേ ആന്റി? ആ നമസ്കാരം സാർ. വരൂ അഭിരാം, ഇരിക്കൂ. ആ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്തിനാ? ചോദിച്ച ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഇറ്റ്സ് ഓക്കെ. കാര്യം എന്താണെന്ന് പറയൂ. ഒരു പ്രാവശ്യം ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? ആ അതിൽ കോർട്ട് ഓർഡറും ഉണ്ട്, ഒന്ന് നോക്കണം സാർ. ഇതിൽ നിങ്ങളുടെ വീട് മാത്രം റിലീസായ കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള പ്രോപ്പർട്ടീസ് എല്ലാം സീസിലാ ഉള്ളത്. അതറിയാം സാർ. എന്തുകൊണ്ടാണ് എല്ലാ പ്രോപ്പർട്ടീസും റിലീസാവാത്തെ? അതിനൊരു കാരണമുണ്ട്. ഫോർമാലിറ്റീസ് പ്രകാരം നിങ്ങളുടെ 2 സഹോദരന്മാർ അറസ്റ്റിലായപ്പോ പ്രോപ്പർട്ടീസ് മുഴുവനും കോടതി സീസ് ചെയ്തു. അതെ സാർ. ആ കേസ് ഇതുവരെ സോൾവ് ആയില്ലല്ലോ. ആയിട്ടില്ല. ആ കേസ് സോൾവ് ആകുമ്പോ കോടതി നിങ്ങളുടെ പ്രോപ്പർട്ടീസും റിലീസ് ചെയ്യും. അതായത് ആ കേസിൽ ഉറപ്പായി നിങ്ങൾ ജയിക്കണം, അല്ലെങ്കിൽ കേസ് കൊടുത്തവര് ആ കേസ് വിഡ്രോ ചെയ്യണം. അതുവരേക്കും ആ വീട് ഒഴിച്ച് മറ്റുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. എന്റെ പ്രോപ്പർട്ടീസ് തിരിച്ചു കിട്ടാൻ വേറെ ഒരു വഴിയില്ലേ ലോയർ സാർ? കേസ് കോടതിയുടെ നിരീക്ഷണത്തിലായതിനാൽ മറ്റൊന്നിനും ഓപ്ഷനില്ല. എന്തു ചെയ്താലും കോടതിക്കെതിരായി തീരും. നിങ്ങൾ വീണ്ടും അറസ്റ്റിലായി ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ജഡ്ജി സാറിനോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരാം. ജഡ്ജി സാർ നമുക്ക് ഫേവർ ചെയ്യൂ സാർ. ഫേവർ എന്ന് വെച്ചാൽ കോടതിയുടെ വിധി വരുവാൻ ലേറ്റാകുമെന്നതിനാൽ കോടതിക്ക് പുറത്ത് കേസ് കൊടുത്തവരുമായി സെറ്റിൽമെന്റ് ഉണ്ടാക്കിയാലും ജഡ്ജിയോട് അവര് നേരിട്ട് പറഞ്ഞാലും കേസ് ഒത്തുതീർപ്പാകും. കേസ് നടത്തിയ ആ MLA അയാളുടെ ആളുകൾ ഇപ്പൊ എവിടെയുണ്ടെന്ന് ഒരു പിടിയില്ല സാർ. അവരെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചാൽ തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്തേ പറ്റൂ. വീട് മാത്രം കിട്ടി മറ്റുള്ള പ്രോപ്പർട്ടീസ് കിട്ടാതിരുന്നാലേ എന്താണ് നിങ്ങളുടെ അവസ്ഥയെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബട്ട് നിയമം തെറ്റിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനിയും കുറച്ചു ദിവസം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. ബൈ ദ വേ, നിങ്ങളുടെ ഫാമിലിയോട് ഈ കാര്യം പറഞ്ഞോ? ഇല്ല സാർ. ഇതിനേക്കാളും വിഷമമുള്ള കാര്യം അതാണ്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും സ്വത്ത് മുഴുവൻ തിരിച്ചു കിട്ടിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ വീട് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അവർക്കറിയില്ല. എനിക്കാണെങ്കിൽ അത് പറയാനും കഴിയുന്നില്ല. സോറി അഭിരാം. അപ്പോൾ നിങ്ങൾ തനിച്ച് തന്നെ ഇതിനെ ഫേസ് ചെയ്യണം. അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പോയിട്ട് വരാം സാർ. ഓക്കെ. അയ്യോ, എടി മഹാഭാവി, ഇവിടെ വിചാരിക്കുന്നത് നേടിയെടുക്കും. നീ ഇപ്പൊ എന്താടി ചെയ്തേ? പറയാ ആന്റി. ഏട്ടാ ഏട്ടാ
എന്താ ഭാവനെ? പൂജയ്ക്കെല്ലാം റെഡിയായി കഴിഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നാ വസുവിനോട് വിളിക്കേ. ഉം. വസു, വസു. ദാ വരുന്നു ചേച്ചി. പാചകം കഴിഞ്ഞോ വസു? ആ കഴിഞ്ഞു ചേച്ചി. പൂജ കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങാം. വരും. അങ്ങനെ ചെയ്യാം. നമ്മുടെ സംസ്കൃത ഇവന്റ്സ് വീണ്ടും ഓപ്പൺ ചെയ്ത് ഇവന്റ്സ് തുടങ്ങാൻ പോവാ. ഇന്ന് ഭാസ്കരട്ടന്റെ കൈകൊണ്ട് വിളക്ക് കൊളുത്തി നമുക്ക് തുടങ്ങാം. ആന്റി വരൂ പറയാം. ആ ഈ ഇവന്റ് നീ കാരണമാണ് വന്നത് വസു. അതുകൊണ്ട് നിന്റെ കൈകൊണ്ട് പെൻസിൽസും ചാർട്ട്സും ഏട്ടന് എടുത്തു കൊടുക്ക് വസു. ഓൾ ദി ബെസ്റ്റ് ഭാസ്കരേട്ടാ. താങ്ക്സ് വസു. അഖിൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എടുത്തി. പക്ഷേ എടുത്തി കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യില്ല? വസു കൈവച്ച ഏത് കാര്യവും സക്സസ് ആവും. ഓൾ ദി ബെസ്റ്റ് ഭാസ്കർ മോനെ. താങ്ക്സ് ഇളയമ്മേ. ഓൾ ദി ബെസ്റ്റ് അഖിൽ. നിങ്ങൾ രണ്ടുപേരും എന്താ വിഷ് ചെയ്യുന്നേ? എന്താ ഞങ്ങൾ വിഷ് ചെയ്തൂടെ? നല്ല കാര്യം നടക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞോ മോനെ? നിങ്ങൾ രണ്ടുപേരും എന്റെ മരുമക്കളല്ലേ? ഓ അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വിഷ് ചെയ്തേ അല്ലേ? മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ട് പുറത്ത് വേറൊന്ന് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ ഇവര് തെറ്റായിട്ടേ എടുക്കും. വാ കാർത്തിക മോളെ. എന്തിനാടാ ആവശ്യമില്ലാതെ അവരുടെ വഴക്കൂടാൻ പോകുന്നേ? വാ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സീമന്തം എന്ന് പറഞ്ഞാൽ ലേഡീസ് ഫംഗ്ഷനാ. എടുത്തി വേണം പറയാൻ. മുൻപൊക്കെ ചന്ദനം തേച്ച് കുളിപ്പിക്കുമായിരുന്നു. ചേച്ചി പറഞ്ഞത് ശരിയാ. ഇപ്പോഴൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ട് വന്ന ഫംഗ്ഷൻ ഹാളിൽ ഇരുത്തുക ചെയ്യുന്നത്. നമുക്ക് പഴയകാല ആചാരങ്ങളെ ഓർമ്മപ്പെടുത്താം. അഖിൽ, നീ ഡെക്കറേഷനെ പറ്റിയൊക്കെ പറയും. ഭാസ്കരേട്ടൻ കാറ്ററിങ്ങിനെ പറ്റി പറയണം. ഫംഗ്ഷൻ ഹാളില് ഏതൊക്കെ എവിടെയൊക്കെ വെക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. സൂപ്പർ ഭാവനെ, നിനക്ക് ഞങ്ങളുടെ കൂടെ ഇത് ജോയിൻ ചെയ്തൂടെ? എനിക്കിതിനെ പറ്റി എന്തറിയാനാ? വെറുതെ എനിക്കറിയാവുന്ന പറഞ്ഞതാ. പ്രധാനപ്പെട്ട കാര്യം എടുത്തി പറഞ്ഞത്. ചേച്ചിയുടെ ഐഡിയയും ആവശ്യമുണ്ട്. ചേച്ചിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വേണ്ട വസു, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോഫിയും ടീയും ഒക്കെ കൊണ്ടുവന്ന് തരാം. നിങ്ങൾ തുടങ്ങിക്കോ. ഏട്ടാ, ആദ്യം വെള്ളം കുടിക്കേ. എന്തോ യുദ്ധം ചെയ്യുന്നത് പോലെയല്ലേ ജോലി ചെയ്യുന്നേ. അവർ യുദ്ധം ചെയ്താലും വേറെ എന്ത് ചെയ്താലും അത് വേസ്റ്റ് ആന്റി. പൂജാ റൂമിലെ പെൻസിൽ നീ മാറ്റി വെച്ചില്ലേ, അതുകൊണ്ട് പണി കിട്ടുമോ? ഇപ്പൊ പണി കിട്ടില്ല. ഒരു 9-10 മണിക്കൂർ കഴിയുമ്പോ അവര് ക്യാൻവാസിൽ വരച്ചത് ഒന്നും തന്നെ കാണില്ല. അങ്ങനെയെങ്കിൽ എല്ലാം മായ്ച്ചു കളഞ്ഞതുപോലെ മായായി പോവോ? മാജിക് പെൻസിൽസ് ആ പണിയല്ലേ ചെയ്യൂ. ആ കസ്റ്റമർ നാളെ വരെയാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഇവര് കഷ്ടപ്പെട്ട് വരച്ചതെല്ലാം തന്നെ നാളെ അപ്രത്യക്ഷമാകും.
നാളെ വരുന്ന കസ്റ്റമറിന്റെ മുമ്പിൽ ഇവരുടെ വെളുത്ത പേപ്പർ കാണിക്കാൻ പറ്റാതെ മുഖം വിളറി വെളുക്കും. കസ്റ്റമറിന്റെ മുമ്പിൽ ബസ്വേട്ടത്തിയുടെ മാനം, ഭാസ്കരേട്ടന്റെ മാനം മൊത്തം വെള്ളത്തിൽ ഒലിച്ചു പോകും. നീ ഭയങ്കരയാണല്ലോടി. നിന്റെ അമ്മയുടെ അതേ സ്വഭാവ നിനക്ക്. സ്വഭാവം അമ്മയുടേതാണെങ്കിലും ബുദ്ധി എന്റേതാ. സത്യമല്ലേ? അവർ അപമാനിക്കപ്പെടുമ്പോഴേ എന്റെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കൂ. നാളെ ഈ സമയത്ത് അവർ തല കുനിഞ്ഞ് നിൽക്കുന്നത് നമ്മള് തല ഉയർത്തി നിന്ന് കാണും. അങ്ങനെ നീ വിചാരിച്ചതുപോലെ നടന്നാ അപ്പൊ അവർക്ക് കിട്ടുന്ന അപമാനവും അവർക്കുണ്ടാവുന്ന മുഖഭാവവും എനിക്ക് നേരിട്ട് കാണാൻ കൊതിയാവുന്നടി. സൂപ്പർ. അമ്മേ, എന്താ ഉണ്ണി? ഞങ്ങളുടെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു. എനിക്കും അനിയത്തിമാർക്കും എന്തെങ്കിലും കഴിക്കാൻ എടുക്കുവോ? അതൊക്കെ എടുത്തു തരാം. പോയി ചെറിയച്ഛനോടും ചെറിയമ്മയോടും ഡിന്നർ കഴിക്കാൻ വേഗം വരാൻ പറയും. ഓക്കെ അമ്മേ. വലിയച്ഛ വരൂ, കഴിക്കാം. ഒരു 2 മിനിറ്റ് മോളെ, ഇപ്പൊ വന്നേക്കാം. കുട്ടികളുടെ ഹോംവർക്ക് വരെ കഴിഞ്ഞു. ഏട്ടൻ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക? വലിയച്ഛന് ഞങ്ങളെപ്പോലെ ഹോംവർക്ക് ചെയ്യുവാണോ? ഹോംവർക്ക് പോലുള്ള ഓഫീസ് വർക്കാ മോളെ. അബി എവിടെ വസു? ഞാനും അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുക ചേച്ചി. രാവിലെ ഇവിടുന്ന് പോയത് ഇതുവരെ കണ്ടില്ല. വിളിച്ചു നോക്കിയായിരുന്നോ? ഇപ്പോഴാ ഫോൺ ചെയ്ത് അവിടുന്ന് തിരിച്ചു എന്നാ പറഞ്ഞത്. കാർത്തിക, കാർത്തിക, എന്ത് വേണം ചെറിയച്ഛ? നീ വാട്ടർ എടുത്തോണ്ട് വാ. ആ, ശരി. വാട്ടർ വേഗം വാ. ദാ കുടിക്ക് ചെറിയച്ഛ. താങ്ക്സ് മോനെ. ഇറ്റ്സ് ഓക്കെ ചെറിയച്ഛ. ഡാ, നീ എന്തിനാ ഞങ്ങളുടെ മുറിയിലേക്ക് വന്നേ? അത് ഉണ്ണി വന്ന എന്താ കുഴപ്പം? എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് കയറി വന്ന് നിന്നെ സഹായിക്കുകയാണ്. പിന്നെ ഞാൻ നിന്നെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുക്കാൻ വരും, എന്നെ ഇൻസൾട്ടും ചെയ്യും. ഹ, ഇതാണ് നിങ്ങളുടെ പണി. അത് ചെറിയമ്മ ഡിന്നർ കഴിക്കാൻ നിങ്ങളെല്ലാം വിളിച്ചോണ്ട് വരാൻ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങൾ വന്നോളാം. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ കഴിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിക്കണം. നീ എന്തിനാ ഉണ്ണിയുടെ മെക്കിട്ട് കയറുന്നേ? മോനെ നീ പൊയ്ക്കോ, ഞങ്ങൾ വന്നോളാം. ഓക്കെ ചെറിയച്ഛ. പൊക്കോ. ചെറിയമ്മയും ചെറിയച്ഛനും കുറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞമ്മേ. അനിയത്തിമാർക്ക് ഭക്ഷണം കൊടുത്തേക്ക്. ചെറിയച്ഛൻ വന്നിട്ട് ഞാനും കഴിച്ചോളാം. ശരി. നിന്റെ ദേഷ്യവും ഇറിറ്റേഷനും ഒന്നും ആ ചെറിയ കുട്ടിയോട് കാണിക്കരുത്. അത് ശരിയായ കാര്യമല്ല. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ബാഡ് ആയിട്ടേ തോന്നൂ. എനിക്കിപ്പോ വിശക്കുന്നില്ല. നീ ഇപ്പൊ കഴിക്കുന്നോ പിന്നീട് കഴിക്കുന്നോ? നീ ഈയിടെയായിട്ട് എന്നെ എന്റെ വിശപ്പിനെ കൊന്നോണ്ടിരിക്കുക. കഴിക്കുന്നോ ഇല്ലയോന്നല്ലേ ചോദിച്ചത്. നിനക്ക് എപ്പോ കഴിക്കാൻ തോന്നോ അപ്പൊ വിളിച്ചാ മതി. എന്റെ മമ്മിയോട് സംസാരിച്ചിട്ട് വന്നിട്ട് നിന്നെ ഡിന്നറിന് കൊണ്ടുപോവാ. എന്തായിട്ട് ഇത്രയും ലേറ്റ് ആയത്?
ഏട്ടന്റെ മുഖം എന്താ ഡള്ളായിട്ടിരിക്കുന്ന? ഉച്ചയ്ക്ക് ഭക്ഷണം എവിടെ നിന്ന് കഴിച്ചു? ഞാനും എൻ്റെ ഒരു ക്ലയന്റും കൂടെ ഒരുമിച്ച് കഴിച്ചായിരുന്നു. എന്ത് കഴിച്ചോ ആവോ? ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയല്ലേ ഇവിടെ നിന്ന് പോയത്? പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, ആഹാരം എടുത്തു വെക്കാം. ഏട്ടാ, അബി വന്നില്ലേ? ഏട്ടൻ വരച്ച ഡിസൈൻസ് ഒക്കെ അബിയെ കാണിച്ചു നോക്ക്.